സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് മുതലെടുക്കാൻ തന്നെയാണ് ഇടതു പാർട്ടികളുടെ നീക്കം. TP വധക്കേസ് പ്രചാരണായുധമാക്കാനുള്ള കോൺഗ്രസ് കരുനീക്കം മുന്നിൽ കണ്ട് ഒരു മുഴം മുന്നേ വടകരയിൽ ഇടതുമുന്നണി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. നിപ്പ രോഗം ആദ്യമായി സ്ഥിരീകരിച്ച പേരാമ്പ്രയിലാണ് KK ശൈലജ തന്റെ പ്രചാരണത്തിന് തുടക്കമിട്ടത്. വടകര പാർലമെന്റ് നിയോജക മണ്ഡലം ഒരുപാട് വികസന സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. എന്നാൽ അതിന്റെ രീതിയിൽ വന്നു കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം. കടുത്ത ചൂടിനിടയിലും പാലക്കാട് A വിജയരാഘവനും കളം നിറഞ്ഞു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട്ടെ സാധാരണ ജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ മനോഭാവം പുലർത്തുന്നവരാണ്. തലസ്ഥാനത്ത് രാവിലെ തന്നെ പന്ന്യൻ രവീന്ദ്രനും വോട്ടർമാരെ കാണാനിറങ്ങി. ആർക്കും മത്സരിക്കാമല്ലോ, ആർക്കും മത്സരിക്കാം, ആര് വന്ന് മത്സരിച്ചോട്ടെ. ആളുകളുടെ ഈ പറയുന്ന വലിയ വലിയ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പ്രൗഢിയോ കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ജനങ്ങൾക്കറിയാം അവരെ കൂടെ നിൽക്കുന്ന ആരാന്ന്. എപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളെ ജനങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതാ ഈ നാട്. അതുകൊണ്ട് 2005 ഞാൻ ജയിച്ചു വന്നത്. കൊല്ലത്ത് യുവ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു മുകേഷ്. വരും ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെ പ്രചാരണ രംഗത്തെത്തിച്ച് തെരഞ്ഞെടുപ്പിൽ ഫ്രണ്ട് ഫൂട്ടിലെത്താൻ തന്നെയായിരിക്കും CPIM നീക്കം. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഇടത് സ്ഥാനാർത്ഥികൾ. എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എവിടെ വരെയായി? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നതിലും KC വേണുഗോപാൽ ആലപ്പുഴയിൽ ഉണ്ടാകുമോ എന്നതിലും നാളെ ധാരണയായേക്കും. കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മാർച്ച് ആദ്യവാരത്തോടെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കണക്കാക്കുന്നത്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ അംഗത്തിനിറങ്ങുമോ? ഇല്ലെങ്കിൽ ആരാകും അവിടെ സ്ഥാനാർത്ഥി? സിറ്റിംഗ് MPമാർ മത്സരിക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും മറ്റു ചില പരിഗണനകൾ കൂടി സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട്. അങ്ങനെയെങ്കിൽ സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾക്ക് ആർക്കെങ്കിലും മാറ്റം വരുമോ? കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുമെന്ന് ഉറപ്പാണെങ്കിലും ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ധാരണയെത്തും. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നതിൽ സംസ്ഥാന നേതൃത്വം വ്യക്തത ആവശ്യപ്പെടും. ഇവിടെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. അതിനുശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നാകും ഔദ്യോഗിക പ്രഖ്യാപനം. മാർച്ച് ആദ്യവാരത്തോടെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയാണ് സംസ്ഥാന നേതാക്കൾ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൗധരി, വിശ്വനാഥ കഥം, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ പങ്കെടുക്കും. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. NDAയുടെ സ്ഥാനാർത്ഥി പട്ടികയും വൈകുകയാണ്. PC ജോർജ് പത്തനംതിട്ടയിൽ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ തർക്കമുണ്ടെന്നാണ് BJPയിൽ നിന്ന് നമുക്ക് പുറത്തു കിട്ടുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പക്ഷേ BJP നാളെ പുറത്തിറക്കും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ദേശീയ നേതൃത്വം. BDJSന് 4 സീറ്റുകൾ നൽകാൻ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാഥമിക പട്ടിക പരിഗണിച്ചായിരിക്കും അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുക. കഴിഞ്ഞ 24-ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രാഥമിക ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയിരുന്നു. ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപ്പര്യമറിയിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. രാജീവ് ചന്ദ്രശേഖറിന് സീറ്റ് നൽകാൻ BJP കർണാടക ഘടകം തയ്യാറാണ്. സുരക്ഷിത മണ്ഡലമായ ബംഗളൂരു നോർത്ത് ഒഴിവാക്കി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനും താൽപ്പര്യമില്ല. എന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് രാജീവ് വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ഘടകം. പത്തനംതിട്ട സീറ്റ് സംബന്ധിച്ചും BJPയിൽ പ്രതിസന്ധി തുടരുന്നു. PC ജോർജിനായി കേന്ദ്ര നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. കുമ്മനം രാജശേഖരനും PS ശ്രീധരൻപിള്ളയും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പരിഗണിക്കപ്പെടുന്നുണ്ട്. 5 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും BDJSന് 4 സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വരും. ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ ഘടകകക്ഷികളും അവരുടെ ആവശ്യങ്ങൾ BJP സംസ്ഥാന നേതൃത്വത്തെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നാളെ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ മുന്നിൽ വിവിധ ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അവതരിപ്പിക്കും. അതെല്ലാ ഘടകകക്ഷികളെ അറിയിക്കും. അതിനുശേഷം അതോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. മറ്റ് സഖ്യകക്ഷികളും സീറ്റ് മോഹവുമായി രംഗത്തെത്തിയെങ്കിലും മറ്റാർക്കും സീറ്റില്ലെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ BJP പറഞ്ഞു. 16 സീറ്റിൽ BJP, 4 എണ്ണത്തിൽ BDJS എന്നതാണ് NDA കക്ഷിനില. ആലത്തൂരും വയനാടും ഇത്തവണ BDJSന് കിട്ടില്ല. രണ്ടും BJP തിരിച്ചെടുത്തു. കോട്ടയം, ഇടുക്കി, മാവേലിക്കര, ചാലക്കുടി എന്നീ സീറ്റുകൾ BDJSന് നൽകാനാണ് നിലവിൽ ധാരണ. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കണമെന്ന ഉപാധി BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.
പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പ്രസംഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് BJP 2 അക്കം നേടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പ്രസ്താവന തന്നെയായിരുന്നു. ഇടത് സൈബർ ഹാൻഡിലുകളിൽ ഇന്നലെ തന്നെ അത് സംബന്ധിച്ച വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ പ്രസംഗത്തെ പരിഹസിച്ച് രംഗത്തെത്തി മന്ത്രി PA മുഹമ്മദ് റിയാസ്. പ്രധാനമന്ത്രിയല്ല, പ്രസംഗം എഴുതി കൊടുത്തവരെയാണ് കുറ്റം പറയേണ്ടത് എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. പ്രാദേശിക നേതാവിനെ പോലെ പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച വിദ്വാന് സ്വീകരണം നൽകണമെന്നും മന്ത്രി പരിഹസിച്ചു. പ്രസംഗം എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം അത് വായിച്ചതാണ്. BJPയുടെ ഒരു പ്രാദേശിക നേതാവ് പറയുന്നത് പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച വിദ്വാനെ ശരിക്ക് ഒരു സ്വീകരണം നൽകുകയാണ് BJP ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ കബളിപ്പിച്ച, അവരെ വഞ്ചിച്ച കോൺഗ്രസിനെതിരെയുള്ള ഒരു റിവഞ്ച് ഇലക്ഷൻ കൂടിയാണ്. പാർലമെൻറ്റിൽ BJPക്കെതിരെ ശബ്ദിക്കാൻ കേരളത്തിൽ നിന്ന് വിജയിച്ച UDF MPമാർ തയ്യാറായില്ല. ഈ സമരാഗ്നി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു പ്രചരണ ജാഥ കൂടിയാണ്. എവിടെയെങ്കിലും BJPക്കെതിരെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? BJPക്കെതിരെ മിണ്ടാതിരിക്കുന്ന കാര്യത്തിൽ അത്ഭുതകരം എന്ന് പറയട്ടെ, പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഒറ്റക്കെട്ടായി. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരുന്നു ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളെ ചൂടുപിടിപ്പിച്ചത്. സിറ്റിംഗ് MPമാരെ രംഗത്തിറക്കി കളം പിടിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. പൊന്നാനിയിൽ ഹാട്രിക് വിജയം നേടിയ ശേഷമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ET മുഹമ്മദ് ബഷീർ എത്തുന്നത്. എഴുത്തുകാരനും വാഗ്മിയുമായ അബ്ദുൽ സമദ് സമദാനിയിലൂടെ പൊന്നാനിയിൽ നേട്ടം കൊയ്യാനാകുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. EK സമസ്തയുമായുള്ള തർക്കങ്ങൾക്കിടെയാണ് ലീഗിന്റെ പൊന്നാപുരം കോട്ടകളിൽ സമുദായ സംഘടനകൾക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 35 വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തെത്തുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 മണ്ഡലത്തിൽ അത്യുജ്വലമായ വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. മാത്രമല്ല, ജനങ്ങൾ അവർ നൽകിയ ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയത്തെക്കാൾ ഉജ്ജ്വലമായൊരു വിജയമുണ്ടാകും. കാരണം എന്താ വെച്ചാൽ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തോടുള്ള ജനങ്ങളുടെ ഏറ്റവും വിമ്മിഷ്ടമുണ്ട്. സാമുദായിക വോട്ടുകൾ ലക്ഷ്യമിട്ട് CPIM കളത്തിലിറക്കിയ KS ഹംസയ്ക്കുള്ള ലീഗിന്റെ മറുപടിയാണ് അബ്ദുൽ സമദ് സമദാനി. മികച്ച പ്രാസംഗികനും മതേതര മുഖവുമുള്ള സമദാനിയിലൂടെ മറ്റു സാമുദായിക വോട്ടുകളും സ്ത്രീ വോട്ടുകളും ഏകീകരിക്കാനാകുമെന്നാണ് ലീഗിന്റെ പ്രതീക്ഷ. പൊന്നാനി നമ്മുടെ പ്രദേശമാണ്, നമ്മുടെ നാടാണ്, എൻ്റെ പ്രദേശം കൂടിയാണ്. ഞാൻ അവിടുത്തുകാരനാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പൊന്നാനിക്കൊരു ചരിത്രമുണ്ട്, തിളങ്ങുന്ന ചരിത്രം. വളരെ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലത്തും UDFന്റെ കൂടെ വളരെ ശക്തമായ രീതിയിൽ ഉറച്ചു നിന്ന ഒരു പ്രദേശമെന്ന പാരമ്പര്യമുണ്ട്. അത് ഈ തവണ അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കും. മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ സംഘടനാ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, മലപ്പുറം. എന്നാൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നത് AKG സെന്ററിലാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. UDFും LDFും അശ്ലീല മുന്നണികളായി മാറിയെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം, മലപ്പുറത്ത് ആരായിരിക്കണം, പൊന്നാനിയിൽ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് AKG സെൻറ്ററിൽ നിന്നാവില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. മലപ്പുറത്ത് നിന്ന് സമദാനിയെ പൊന്നാനിയിലേക്കും പൊന്നാനിയിൽ നിന്ന് ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതായത് ഒരു കാര്യം വളരെ വ്യക്തമായത്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നത് CPMന്റെ സംസ്ഥാന കാര്യാലയമായ AKG സെന്ററിലാണ്. പ്രധാനമന്ത്രി പദവി ലഭിക്കാനുള്ള സാഹചര്യം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നഷ്ടപ്പെടുത്തിയെന്ന് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം. BJP ഇതര സർക്കാരിനെ ആര് നയിക്കുമെന്ന് പറയാനാകില്ല. കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടിയാലും പ്രധാനമന്ത്രി സ്ഥാനം കിട്ടണമെന്നില്ല. INLA ഭിന്നത തീർക്കുമെന്നും എല്ലാവരും ഒരുമിച്ച് ഇടതുമുന്നണിയിൽ ഉണ്ടാകുമെന്നും എളമരം കരീം പറഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, അതിന് മുന്നേ തന്നെ പ്രചരണം ആരംഭിക്കാൻ പറ്റി. ആദ്യഘട്ടം എങ്ങനെയാണ് ഒരു പ്രചരണത്തിൻ്റെ സ്വഭാവം? പ്രചരണം കഴിയുന്നത്ര ആളുകളെ കാണാൻ നോക്കും. ഒരു പാർലമെൻറ്റ് മണ്ഡല സ്ഥാനാർത്ഥിക്ക് മുഴുവൻ വോട്ടർമാരെയും കാണാൻ കഴിയില്ല. എത്ര ശ്രമിച്ചാലും പരമാവധി ആളുകളെ കാണാൻ ശ്രമിക്കുക. പിന്നെ പ്രധാനമായും രാഷ്ട്രീയമായാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ആ രാഷ്ട്രീയ പ്രചരണം ജനങ്ങളിൽ എത്തിക്കാനാണ്. അതിനുള്ള സംവിധാനങ്ങൾ, പരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏർപ്പെടുത്തി. കോഴിക്കോടിനെ സംബന്ധിച്ച് 7 നിയോജക മണ്ഡലങ്ങളിൽ 6 LDF ഭരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആ രീതിയിൽ പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെയല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാറുള്ളത്. എല്ലാ കീഴ്വഴക്കങ്ങളും ഇത്തവണ തിരുത്തപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്നവർ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഹിമാചൽ പ്രദേശിൽ ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച് 8 ആളാ കൂറുമാറിയത്. ആരൊക്കെയാണ് ക്യൂ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് ജനങ്ങൾ കാണുകയാണല്ലോ. ജനങ്ങൾ ഭയപ്പാടിലാണ്. നമ്മുടെ ഭരണഘടന തകർക്കപ്പെടുമോ, മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഭയപ്പാടിലാണ്.
കേന്ദ്രത്തിലൊരു BJP ഇതര സർക്കാർ വരികയാണെങ്കിൽ അത് നയിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കില്ല എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കാൻ പറ്റും. ദേവഗൗഡ, IK ഗുജറാൾ ഇവരൊക്കെ പ്രധാനമന്ത്രിമാരായിട്ട്, VP സിംഗ് വന്നിട്ട്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയൊരു വോട്ടെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരിക്കലും ഉണ്ടാവില്ല. അത് ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം രാഹുൽ ഗാന്ധി അതെല്ലാം നഷ്ടപ്പെടുത്തി, കോൺഗ്രസും നഷ്ടപ്പെടുത്തി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെറ്റിദ്ധാരണ ഇത്തവണ ഉണ്ടാവാൻ ഒരു വഴിയില്ല. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ മുൻ മന്ത്രി കൂടി ഉണ്ട്. INL ഒരു വിഭാഗം ആളുകൾ കോഴിക്കോട് വേറെ രീതിയിൽ മത്സരിക്കുന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിന് ഒന്ന് സമവായത്തിൽ എത്തിക്കാൻ പറ്റും? ഒരു പ്രശ്നമില്ല. എല്ലാവരും LDFൻ്റെ ഭാഗം തന്നെ. അങ്ങനെ രണ്ട് ഭാഗമില്ല, INL ഉള്ളു. എല്ലാവരും ചേർത്ത് നിലപാടാണ് എക്കാലവും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ശിക്ഷണ നടപടികൾ എല്ലാ പാർട്ടികളും സ്വീകരിക്കാറുണ്ട്, അതുപോലെ INL സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ചേർത്ത് മുമ്പോട്ട് പോകും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം വരെയും കോഴിക്കോട് വളരെ നേരത്തെയാണ് ശരിക്കും പ്രചരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം എന്ന് പറയുന്നത്. വടകരയിൽ ഇക്കുറിയും കൊലപാതക രാഷ്ട്രീയം സജീവ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ജീവിച്ചിരുന്ന TP ചന്ദ്രശേഖരനേക്കാൾ ശക്തനാണ് മരിച്ച ചന്ദ്രശേഖരൻ എന്ന പ്രസ്താവനയിലൂടെ K മുരളീധരൻ ഇക്കാര്യം വീണ്ടും വ്യക്തമാക്കുന്നു. വധക്കേസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഹൈക്കോടതി വിധിയും കോൺഗ്രസിന് അനുകൂലമാണ്. എന്നാൽ KK ശൈലജയുടെ പ്രതിച്ഛായ കൊണ്ട് UDF പ്രചാരണം തടയാമെന്ന പ്രതീക്ഷയിലാണ് LDF. ഈ വരുന്ന മെയ് മാസത്തിൽ TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വത്തിന് 12 വർഷം തികയുകയാണ്. അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും എന്ന പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിഷയം സജീവ ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. TP വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഉയർത്തിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയായത് അനുകൂല ഘടകമാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. ഹൈക്കോടതി വിധിയൊക്കെ സൂചിപ്പിക്കുന്നത് ജീവിച്ചിരുന്ന ചന്ദ്രശേഖരനേക്കാൾ ശക്തനാണ് മരണപ്പെട്ട ചന്ദ്രശേഖരൻ. അത് ഈ റിസൾട്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിന് ബോധ്യമാവും. CPMന് കൃത്യമായ പങ്കുണ്ടെന്ന് തെളിഞ്ഞ വിധിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നതെന്നും കൊലയാളികളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് തെളിഞ്ഞതായും VD സതീശനും പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ CPMന് ചന്ദ്രശേഖരൻ വധത്തിലും ഗൂഢാലോചനയിലും കൃത്യമായ പങ്കുണ്ടായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രതികളിൽ ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബത്തിന് പാർട്ടി എല്ലാ മാസവും അവരുടെ കുടുംബത്തെ സഹായിക്കുന്നുണ്ട് എന്നുകൂടി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുക. എന്നാൽ നാടിനെ വിഷമിപ്പിച്ച TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും കോടതി വിധിയെ CPM മാനിക്കുമെന്നുമാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ നിലപാട്. ആ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങളെ തടയരുതെന്നും KK ശൈലജ പറഞ്ഞു. KK ശൈലജയുടെ പ്രതിച്ഛായ കൊണ്ട് UDF പ്രചാരണം തടയാമെന്ന പ്രതീക്ഷയിലാണ് LDF. റിപ്പോർട്ടർ, കോഴിക്കോട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന താരമണ്ഡലമാണ് തൃശൂർ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞു കഴിഞ്ഞു TN പ്രതാപൻ. തൃശൂരിനെ ചെങ്കടലാക്കി VS സുനിൽകുമാറിന്റെ റോഡ് ഷോ തുടരുകയാണ്. NDAയുടെ സ്വപ്നമണ്ഡലത്തിൽ സുരേഷ് ഗോപി എത്തുന്നതോടെ പോരാട്ടം പൊടിപാറും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ VS സുനിൽകുമാറും TN പ്രതാപനും കണ്ടുമുട്ടിയതും സ്നേഹപ്രകടനം നടത്തിയതും LDF UDF പ്രവർത്തകർക്ക് രസകരമായ കാഴ്ചയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ മത്സരം LDFും UDFും തമ്മിലാണെന്ന് VS സുനിൽകുമാർ പറയുന്നു. RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ടുകൾ കോൺഗ്രസിന് വേണ്ടെന്ന് TN പ്രതാപനും നിലപാടെടുത്തു. റിപ്പോർട്ടർ അശ്വമേധം പരിപാടിയിലാണ് തൃശൂരിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണം. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺ കുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധത്തിലെത്തിയ LDF UDF സ്ഥാനാർത്ഥികൾ മനസ്സ് തുറന്നു. ദേശീയ തലത്തിൽ രാഷ്ട്രീയമായി പോരാടുന്നത് BJPക്ക് എതിരാണെങ്കിലും കേരളത്തിലും തൃശൂരിലും മത്സരം LDFും UDFും തമ്മിലെന്ന് ആവർത്തിക്കുകയാണ് VS സുനിൽകുമാർ. TN പ്രതാപൻ MP ആകുമ്പോഴും മണ്ഡലത്തിൽ BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. ഇവിടെ ഒരിക്കലും BJPയും LDFും തമ്മിലോ അല്ലെങ്കിൽ BJPയും UDFും തമ്മിലാണ് മത്സരം എന്നൊക്കെ പറയുന്നതിൽ യാതൊരു വസ്തുതകളില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ സ്നേഹ സന്ദേശയാത്രയിലൂടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു TN പ്രതാപൻ. UDF തുടങ്ങിയ സ്നേഹക്കടയിലെ മധുരം അരുൺ കുമാറിനും പങ്കുവച്ചു. RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ട് വേണ്ടെന്നുറപ്പിച്ചു പറയുന്നു
നിലവിലെ തൃശൂർ MP. പോപ്പുലർ ഫ്രണ്ടിന്റെയും RSSന്റെയും വോട്ട് വേണ്ട എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. ഈ നിലപാടിൽ ഒരു കോംപ്രമൈസും ഇല്ല. സുരേഷ് ഗോപിക്കായി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് BJP പ്രവർത്തകരും. നാളെ മലപ്പുറം മണ്ഡലത്തിലാണ് റിപ്പോർട്ടർ അശ്വമേധം. റിപ്പോർട്ടർ തൃശൂർ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഇക്കുറി ഏത് വിധേനയും പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കിലൂടെ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തിയതിലൂടെ പ്രചാരണത്തിൽ മേൽക്കോയ്മ നേടാനാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് കളത്തിലിറങ്ങിക്കഴിഞ്ഞു. തുടർച്ചയായി 3 വട്ടം ലോക്സഭാ മണ്ഡലത്തിൽ UDF വിജയിച്ചെങ്കിലും ഇക്കുറി ചരിത്രം തിരിച്ചു കുറിക്കുമെന്നാണ് LDF നേതൃത്വത്തിന്റെ ഉറച്ച വിശ്വാസം. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉള്ള പ്രതികരണങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും വഴിനീളയുണ്ട്. കേരളത്തിൽ മികച്ച വിജയമായിരിക്കും, ഒരു സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഇടതുമുന്നണി 2ാം സ്ഥാനത്തായി പോയി. LDF സ്ഥാനാർത്ഥി വീണ ജോർജ് 3,36,684 വോട്ട് നേടിയിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയം കഴിഞ്ഞ തവണ പ്രതിബന്ധമായിട്ടും ഇടതുമുന്നണി 2ാം സ്ഥാനത്തെത്തി. ഇപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യമില്ല. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഡോക്ടർ തോമസ് ഐസക്കിലൂടെ ഇക്കുറി നേടാൻ കഴിയുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. വിജയത്തിൽ കുറഞ്ഞൊന്നും ഡോക്ടർ തോമസ് ഐസക് പ്രതീക്ഷിക്കുന്നുമില്ല. 2-3 നോട്ടീസ് കൂടി ED തണുപ്പ് കാലത്ത് അയക്കട്ടെ. 8,000 കോടി രൂപയുടെ റോഡും പാലവും കെട്ടിടവും ഒക്കെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വോട്ട് തരൂ. ഇതാണ് ക്യാമ്പയിൻ. UDF NDA സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നതേയുള്ളൂ. തോമസ് ഐസക് ആകട്ടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഈ മേൽക്കോയ്മ പ്രചരണത്തിന്റെ അവസാന ഘട്ടം വരെ നിലനിർത്താനായിരിക്കും LDFന്റെ ശ്രമം. വിജയം 100% ഉറപ്പാണെന്ന് ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. എന്നാൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെതിരെ കിഫ്ബി പ്രചാരണ ആയുധമാക്കുമെന്ന് ആന്റണി MP. കിഫ്ബിയിലൂടെ കോടികൾ ക്രമക്കേട് നടത്തി. നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചായിരുന്നു കിഫ്ബിയുടെ പ്രവർത്തനം. ഒരാഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും പത്തനംതിട്ടയിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ആന്റണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അല്ല, കിഫ്ബി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും നിലവിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും വയലേറ്റ് ചെയ്ത് കോടിക്കണക്കിന് ഉറുപ്പിക ദുർവ്യയം ചെയ്തതിന്റെ ചരിത്രം അത് കേരള സമൂഹം ഡിസ്കസ് ചെയ്യണമെന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നത്തേക്ക് പ്രതീക്ഷിക്കാം? എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതീക്ഷിക്കാം. UDFനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല, ഇത്തവണ വൻപിച്ച ഭൂരിപക്ഷത്തിൽ UDF ഇവിടെ വിജയിക്കും. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന്. തൃശ്ശൂരിന്റെ രാഷ്ട്രീയ സർവകലാശാലയാണ് കേരളവർമ്മ. തൃശ്ശൂരിൽ എവിടെ പോയാലും ഒരു കേരളവർമ്മ ടച്ചുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിലെത്തുന്ന അശ്വമേധത്തിന് കേരളവർമ്മയിൽ വരാതിരിക്കാനാവില്ല. കേരളവർമ്മയിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് നമുക്ക് നോക്കാം. അശ്വമേധം കേരളവർമ്മയിൽ. മോർണിംഗ്. ഹലോ, നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഉഷാറാണ്. SFI, KSU, ABVP. എന്താണ് കേരളവർമ്മയിൽ ABVP ഇല്ലേ? എന്താണ് ശ്രീകുട്ട? എങ്ങനെയുണ്ട് പൊതുവെ രാഷ്ട്രീയമൊക്കെ? പൊതുവെ രാഷ്ട്രീയം വലിയ ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പ് ആവേശത്തിലോട്ട് രാജ്യം നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളും ആവേശത്തിലാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ എങ്ങനെയാ മത്സരം കടുക്കുമോ? തീർച്ചയായിട്ടും തൃശ്ശൂർ രാജ്യം ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ്. വലിയ കരുത്തർ തന്നെ അണിനിരക്കുന്നുണ്ട് മത്സരത്തിനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ എന്തായാലും മത്സരം കടുപ്പത്തിലായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് സാധ്യത വളരെ കുറവാണ്. നമ്മൾ എന്തായാലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലിക്കുന്ന ആൾക്കാരല്ല. അല്ല, മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനത ഒരിക്കലും BJP അനുകൂലിക്കില്ല. LDF UDF തമ്മിൽ തന്നെയാണ്. അതെ, മോദി വരാനാണ് കൂടുതൽ സാധ്യത. കാരണം പ്രതിപക്ഷം ഐക്യം ഇപ്പോൾ വളരെ ദുർബലമാണ്. അതെ, നിതീഷ് കുമാറും പിന്നിൽ നിർത്തി. അതെ, ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി സർക്കാർ വളരെയേറെ ഭരണഘടനയ്ക്ക് കത്തിവെക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത. പക്ഷേ അത് രാജ്യത്തിനും ഭരണഘടനയ്ക്കും തീർച്ചയായും ഒരു വെല്ലുവിളിയായിരിക്കും. TN പ്രതാപനും VS സുനിൽകുമാറും തമ്മിൽ തന്നെയാണ് കൂടുതൽ മത്സരം നടക്കാൻ സാധ്യത. ആര് വരികയാണെങ്കിലും നമ്മളിപ്പോൾ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ ആര് വരുന്നു നമ്മുടെ
സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ആർക്ക് വോട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ചിന്തിച്ച് വോട്ട് ചെയ്യാന്നുള്ളതാണ്. SFI സജീവ രാഷ്ട്രീയത്തിലുണ്ടോ? ഇവിടെ ക്യാമ്പസിലില്ല. എങ്ങനെ പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിലയിരുത്തിയാൽ നരേന്ദ്രമോദിക്ക് ഒരു മൂന്നാം ഊഴം കിട്ടും? കിട്ടും, സാധ്യത കൂടുതലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു മൂന്നാമതൊരു ഊഴം കിട്ടാൻ സാധ്യതയില്ല. സാധ്യത കുറവാണ്. ഇന്ത്യ മുന്നണി ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. തൃശ്ശൂരിൽ സുനിൽകുമാർ ജയിക്കും, ഉറപ്പാണ്. എന്താ മൊത്തം രാജ്യത്തിന്റെ അവസ്ഥ? മൊത്തം ഇപ്പോൾ ഒരു വർഗീയ ലെവലിലേക്കാണ് പോണത്. ഇനി മൂന്നാമത്തെ ഒരു ഊഴം, മൂന്നാമത്തെ ഊഴം ചാൻസ് കുറച്ച് കിടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഇപ്പോൾ ഒരു തകർച്ചയിലേക്കെന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ഈ ജയിച്ചു വന്നാൽ തന്നെ ചിലപ്പോൾ BJPയിലേക്ക് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്താ അവസ്ഥ പറഞ്ഞാട്ടെ? ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് തൃശ്ശൂരിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായും സുനിൽകുമാർ തന്നെ ജയിക്കുന്നതാണ് ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം. എന്തായിരിക്കും വരാൻ പോകുന്ന ഒരു കാലഘട്ടം? ഇനി അടുത്തൊരു BJP സർക്കാർ എന്തായാലും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്ങനെയാ മൊത്തത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം? ഏറ്റവും ജനകീയനായിട്ടുള്ള കരുത്തറ്റൊരു CPI നേതാവാണ് നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ സുനിൽകുമാർ സാറ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ പല ആവശ്യങ്ങളും ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ പോലും അദ്ദേഹം വിളിച്ച് എനിക്കതെല്ലാം ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വലിയൊരു ആരാധനയുണ്ട്. എനിക്ക് തോന്നുന്നത് മോദി തന്നെയായിരിക്കുന്നത്. കേരളത്തിൽ എന്താ സാധ്യത? കേരളത്തിൽ തൃശ്ശൂരിൽ സുനിൽകുമാർ, TN പ്രതാപൻ, അതോ പറയാൻ പറ്റൂലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും അടുത്ത മത്സരം ത്രികോണ മത്സരം ഉണ്ടാവാനാണ് ചാൻസ്. ഇനി പൊതുവായിട്ടൊരു കാര്യം, ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യം പൊതുവെ നമ്മളുടെ എല്ലാ പാർട്ടികളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലും കുറവാണ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? കുറവാണ്. LDFിൽ തന്നെ 3 പേർ, അവരാണ് പരമാവധി. UDFിന്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നില്ലെങ്കിലും ഒരാളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ശരിയാണോ? 20 പേരിൽ കൂടുതൽ പ്രാതിനിധ്യം വേണ്ടേ? വേണ്ടതാണ്. സംഖ്യാനുപാതികമാണ്, അങ്ങനെയാണോ അഭിപ്രായം? അതെ അല്ലേ? അതെ. 50-50 തന്നെ വേണം. തൃശ്ശൂരിലെ മത്സരത്തിന്റെ ചിത്രം പ്രേക്ഷകർക്ക് മനസ്സിലായി. കേരളവർമ്മയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതും പ്രേക്ഷകർക്ക് മനസ്സിലായി. ഇനി വീണ്ടും നമ്മൾ കാണും മറ്റൊരു ക്യാമ്പസിൽ, മലപ്പുറത്തേക്ക്. ലെറ്റ്സ് ഗോ.